നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് കയറി ഇരിക്കണം. ആദ്യം കയറി നിന്നിട്ട് എല്ലാം റെഡി അല്ലേ നോക്കിയിട്ട് ഇവിടെ ഇതിന്റെ കാര്യങ്ങളൊക്കെ റെഡി അല്ലേ നോക്കിയിട്ട് ചാവി പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചണം. തിരിച്ചിട്ട് ഇതിന് നമ്മള് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. നമ്മള് കുറച്ചു നേരം ഇങ്ങനെ നമ്മൾ കുറച്ചു നേരം നിന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തോന്ന് വെച്ചാല് വണ്ടി ലോറി ഡ്രൈവിംഗ് ആണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ലോറി ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആദ്യം നോക്കാണ്ട് വലിയ വണ്ടി അങ്ങനെ വിടലെന്ന്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ചാട്ടാക്കണം. ഇങ്ങനെ ചാട്ടാക്കണം. ഇങ്ങനെ ചാട്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിയമപരമായിട്ട് നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് എടുത്തിട്ട് ഒന്നിങ്ങനെ ഇടണം. ഈ സീറ്റ് ബെൽറ്റ് എടുത്തിട്ട് ഒന്ന് ഇവിടെ കുത്തണം. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാൻ നമ്മൾ ബാക്കി കയറി നിന്നാൽ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിമ്മ 3 സാധനം ഉണ്ട്. ഒരു കോല് പടണ്ട്, ഒരു കോല് പടണ്ട്, ഒരു കോല് പടണ്ട്. ഈ ഒരു കോലിന്റെ പേര് ആക്സിലേറ്റർ എന്ന് പറയും, ഇത് ബ്രേക്ക് എന്ന് പറയും, ഇത് ക്ലച്ച് എന്ന് പറയും. അങ്ങനെ 3 കോലുണ്ട്. ഈ 3 കോലിൽ നമ്മൾ ആദ്യം ചോട്ടിന്റെ കോല് എന്താ വെച്ചാൽ ആദ്യം നമ്മൾ ബ്രേക്കൊക്കെ നിരക്കൊക്കെ ചോട്ടി നോക്കി വേണ്ടിട്ട് പിന്നെ ചുറ്റും സൗണ്ട് ഒക്കെ കേൾക്കും. അത് പേടിച്ചൊന്നും വേണ്ട, എയർ ആണ്ടും കൊണ്ടൊക്കെ ആവണം. പിന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ക്ലച്ച് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഈ കാലുകൊണ്ട് ചോട്ടണം. ഏത് കാലുകൊണ്ട്? നമ്മൾ ഇടത്തേക്കാലുകൊണ്ട് ചോട്ടണം. ഈ ഇടത്തേക്കാലുകൊണ്ട് ക്ലച്ച് ചോട്ടി ബ്രേക്കുമ്പോൾ ഒന്ന് കാല് വെച്ച് നോക്കാം. വെച്ച് നോക്കിയിട്ട് ഇറങ്ങണില്ലാന്നുണ്ടെങ്കിൽ ഈ ഹാൻഡ് ബ്രേക്ക് പറഞ്ഞ സാധനം എവിടെങ്കിലൊക്കെ ഒരു കോലുണ്ടാവും. ഇവിടെ ഇതിന്റെ കോല് ഇവിടെ ഉണ്ടാവും ഒരു കോല്. ഈ കോല് ഇങ്ങനെ താത്തണം. കണ്ടില്ല നിങ്ങൾ? ഈ കോല് ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ താത്തണം. ഇങ്ങനെ താത്തുമ്പോ വണ്ടി ഇറക്കത്തിലാണെങ്കിൽ ചിലപ്പോൾ ഇറങ്ങിപ്പോവും. അല്ലെങ്കിൽ ആൾക്ക് നോക്കണം കേട്ടോ, ബ്രേക്ക് അപ്പോൾ പിടിച്ചേക്കണം. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഗ്യാസ് ഒക്കെ എല്ലാം ഓക്കെയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഗീർ പിടിച്ചിട്ട് നമ്മൾ പഠിച്ചാൻ പോണ വണ്ടിക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഗീറൊന്നും അല്ലേ. കാരണം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വണ്ടിയാണ്. വലിയ വണ്ടിക്ക് ചിലപ്പോൾ നമ്മൾ പോകാണ്ട് വലിയ ഗീറൊക്കെ ഇക്കാറാം. ഇത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം ഗീറാണ്. ഈ ഗീറിന്റെ പേര് ഓട്ടോമാറ്റിക് ഗീർ എന്നാ പറഞ്ഞേക്കുന്നുണ്ട്. എന്ത് ഗീറാന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ പഠിപ്പിച്ചറിയാം. നമുക്ക് ഇത് പിടിച്ചാണ് തിരിച്ചാനൊന്നും പറ്റില്ല. അപ്പൊ ഇത് പിടിച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക് ആണ് പഠിച്ചത്. അപ്പൊ കണ്ടങ്ങൾ ഗീർ വീണു. അപ്പൊ ഈ ഗീർ വീണാൻ പറ്റും നമ്മൾ ഇനി എന്ത് ചെയ്യണം? വണ്ടി വലിക്കണം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നെ ശ്രദ്ധിക്കണം നിങ്ങള്. കാരണം ഇന്നെ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം അത്ര ഇമ്പോർട്ടന്റ് ആണിത്. പഠിക്കുമ്പോ ഇന്നെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു 2-3 പ്രാവശ്യം കണ്ടിട്ട് നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് എന്താ വെച്ചാല് പിന്നെ ഇങ്ങനെ വല്ല വലിപ്പിച്ചുമ്പോ നമ്മൾ എന്ത് പറയണം? കണ്ണാടിയിലൊക്കെ നോക്കണം. ഒടിവൊക്കെ എത്തുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇൻഡിക്കേറ്റർ ഇട്ടാൽ വണ്ടി ബാക്കിൽ നിർത്തി തരും. അപ്പൊ നമുക്ക് ഒടിച്ചിട്ട് പോവാം. അങ്ങനൊക്കെ പറയണട്ടോ, അല്ലെങ്കിൽ വണ്ടി പഠിച്ചാൻ പറ്റുള്ള കാര്യമാണ് പറഞ്ഞുതരാം ഞാൻ ആദ്യം തരാം. ഒടിവെത്തുമ്പോ എന്ത് ചെയ്യണം? മാറിക്കാൻ പറയാം ആൾക്കാർ, മാറിക്കാക്കാം. പഠിച്ച ഇപ്പൊ കണ്ടില്ല നിങ്ങള്? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ലോറി വിടല് പഠിച്ചേണ്ടത്. ഇപ്പൊ ഇന്ന് നമ്മൾ വന്ന് നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ന്യൂട്രാക്കാം. ഇവിടെ നിൽക്കി കൊടുക്കലാണെന്നൊക്കെ പറഞ്ഞു നോക്കട്ടെ. ഇപ്പൊ ന്യൂട്രായിട്ട് പിന്നെ നമ്മൾ ഈ കോലുണ്ടല്ലോ, ഈ സാധനം പിടിച്ചാൽ വലിച്ച നീ എത്ര പറയാ ഹാൻഡ് ബ്രേക്ക്. ഈ ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചുമ്പോ എന്ത് ചെയ്യും? പിന്നെ നമുക്ക് ബ്രേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വണ്ടി നിന്നോളും. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാ? നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് വിജയകരമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന വിവരം അറിയിക്കുക. മറ്റു വല്ലതും ആണെന്നുണ്ടെങ്കിൽ പഠിച്ചോനെ വിചാരിച്ചിട്ട് ഇന്ന വിവരം അറിയിക്കരുത്. കാരണം എന്താ വെച്ചാല് എനിക്കും കേൾക്കുമ്പോ ഒരു സങ്കടമൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സങ്കടം വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന അറിയിക്കരുത്. നല്ല മെസ്സേജുകളൊക്കെ നമുക്ക് തന്നോളി, നിങ്ങൾ പഠിച്ചോളി. കാരണം ഒരു വണ്ടി നമ്മൾ എടുത്തിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ വണ്ടി എടുത്തുകാണ് നമ്മൾ ചെയ്യുമ്പോ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് ഇങ്ങനെ ചെയ്തിട്ട് പോയാല് തീർച്ചയായിട്ടും നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, നമ്മളെ കാര്യങ്ങൾ വിജയിക്കും. ഇനി നമുക്ക് അടുത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? വേറെ എന്തെങ്കിലുമൊക്കെ പഠനമായിട്ട് നമുക്ക് വരാം. ഇപ്പത്തെ ഈ പഠനം ഇവിടെ വെച്ച് പൂർത്തീകരിക്കണേ. എല്ലാവരും പരീക്ഷിച്ചു നോക്കുന്നുള്ളത് പ്രതീക്ഷിക്കണേ. അസ്സലാമു